അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചത്. അപ്പോൾ അതിനുവേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, പക്ഷെ കുറേ നാളായി പോയിട്ട്. അപ്പോൾ അന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഒന്നാമത് സ്കൂളൊക്കെ പോയിട്ട് വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് രാവിലെ ഏകദേശം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊന്നും ഇല്ലാതെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ വീടിൻ്റെ കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം, അപ്പോൾ ഒന്ന് നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ ഇപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഇവിടുന്ന് തന്നെ അമ്പലത്തേക്ക് കുറച്ച് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനും മൂത്തമ്മയും പിന്നെ എൻ്റെ ഒരു അനിയനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിലെത്തിയ സമയത്ത് അവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പിന്നെ കുറച്ച് തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയ സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ രാവിലെ നല്ല അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ താഴെ തന്നെ ചെറിയൊരു അമ്പലം കൂടി ഉണ്ട്, അപ്പോൾ അവിടെയും കൂടെ പോയി ഒന്ന് തൊഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടേക്കും പോയി ഒന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. ഇത് ആറളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ ഇതാണ് ആ ചെറിയ അമ്പലം. അപ്പോൾ നമ്മൾ നേരെ പോയി അവിടെ തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ആൽമരം ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറവും കൂടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്, അവിടെയും കൂടെ പോയിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പ്രസാദവും വാങ്ങി വീട്ടിലേക്ക് പോയി. പിന്നെ അവിടുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നടന്നിട്ട് തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ വീഡിയോയുടെ അവസാനം ചേർക്കാവേ.